അബ്രോമി ഗ്രേവി മസാല യൂസ് ചെയ്തിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ബീഫാണ്. പിന്നെ ഈ അബ്രോമി മസാലയും അതേപോലെ കുറച്ച് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ. ഇനി ബീഫിലേക്ക് 3 ടേബിൾ സ്പൂൺ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇനി 1 kg ബീഫാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മസാല ആഡ് ചെയ്യാം. ഇനി ഈ മസാല ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാണ് വേണ്ടത്. വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ബീഫിനും അത് വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീഫ് ഏതാണോ അതിന് വേണ്ട അത്രയും ടൈം ഇത് നല്ലോണം വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. വിസിലൊക്കെ നല്ലോണം പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഞാൻ ഒരു 75 ml കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 1 kg ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 75 ml പകരം 100 ml യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് ശരിക്കും ഓപ്ഷണൽ ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇതൊന്ന് റെഡി ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. സാധാരണ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അബ്രോമി മസാല യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര ഈസി ആയിട്ട് ആൻഡ് നല്ല ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കാം.